അല്ലാഹു തആല നോക്കുന്നുണ്ട് എന്ന് നമ്മോട് അല്ലാഹു പറഞ്ഞാൽ പിന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാകേണ്ടതുള്ളൂ. അത് പരലോക മോക്ഷമാണ്. പരലോകം നന്നാകണം. അതിനാണ് അല്ലാഹു തആല നിങ്ങളെ നോക്കുന്നത്, നിരീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും എല്ലാം നമ്മൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അല്ലാഹുവിന്റെ നോട്ടം കരുതുകയും അങ്ങനെ കരുതലോടെ നീങ്ങുകയും വേണം. ഈ ഭൗതിക ലോകം അത് നശ്വരമാണ്. അല്ലാഹു തആല അത് ഏറെ തരും. തരുന്നതിന്റെ പിന്നിൽ ലക്ഷ്യമാക്കുന്നത് ലിയൻദുറ മാദാ തഅമലൂൻ, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു ദിവസം പൊതുഖജനാവിലേക്ക് ധാരാളം സമ്പത്ത് വന്നു. അന്ന് ളുഹ്ർ നിസ്കാരത്തിന് പതിവിൽ കവിഞ്ഞ ആളുകൾ മദീനത്തെ പള്ളിയിലെത്തി. സാധാരണ അത്ര ആളുകൾ ജമാഅത്തിന് ഉണ്ടാകാറില്ല. ളുഹ്റിനാകുമ്പോൾ പലരും പണിസ്ഥലത്തായിരിക്കും. അതുപോലെ തന്നെ ആടിനെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്ന തൊഴിലിലായിരിക്കും, ദൂരസ്ഥലങ്ങളിലായിരിക്കും. അവിടെ വെച്ച് അല്ലെങ്കിൽ ചെറിയ പള്ളികളിലൊക്കെ അവർ നിസ്കാരം നിർവഹിക്കും. അന്ന് പതിവിൽ കവിഞ്ഞ ആളെ കണ്ടപ്പോൾ ഈ വന്ന സ്വഹാബിമാർ വിഷയം മനസ്സിലാക്കി വന്നതാണ് എന്ന നിലക്ക് നിസ്കാരം കഴിഞ്ഞ് തങ്ങളൊന്ന് ചിരിച്ചു. ചിരിച്ചപ്പോൾ അവരെല്ലാവരും ചിരിച്ചു. നിങ്ങൾ എന്തോ അറിഞ്ഞു വന്നതുപോലെയുണ്ടല്ലോ. അതെ, ഞങ്ങൾ അറിഞ്ഞു വന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള എന്തോ സമ്പത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞത് ശരിയാണ്, നിങ്ങൾക്ക് തരും, എല്ലാവർക്കും തരും. എല്ലാവർക്കും സന്തോഷായി. സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തങ്ങൾ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് വന്നപ്പോ അവിടുത്തെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കുറച്ചൊന്നും പോരാ, അധികം വേണം. കാരണം ബദർ യുദ്ധത്തിലെ തടവുകാരനായ ഞാൻ എന്റെയും എന്റെ സഹോദരൻ അഖീലിന്റെയും രണ്ടുപേരുടെയും മോചന ദ്രവ്യം ഞാനാണ് കൊടുത്തത്. അതുകൊണ്ട് കുറച്ചൊന്നല്ല കൊടുക്കേണ്ടി വന്ന്, കുറെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഉള്ളവരിന്നല്ലേ വാങ്ങാൻ പറ്റും, എല്ലാവർക്കും വാങ്ങാൻ പറ്റും. തടവുകാരിൽ ഒരുപാട് സമ്പന്നരുണ്ട്. അവരോടൊക്കെ സ്വഹാബിമാർ ആവശ്യപ്പെട്ട മോചന ദ്രവ്യം കൊടുത്ത് അവർ രക്ഷപ്പെട്ടു. പാവപ്പെട്ട സ്വഹാബിയായിട്ട് മദീനയിൽ ജീവിച്ച മഹാനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് റളിയല്ലാഹുവിന്റെ സഹോദരൻ അബൂ അസീസ് തടവുകാരനാണ്. ആ അബൂ അസീസിനെ പിടികൂടിയ സ്വഹാബിയോട് പറഞ്ഞു, നല്ലോണം മുറുക്കി പിടിച്ചോ, വിടണ്ട, നല്ല സമ്പത്തുണ്ട് വാപ്പാന്റെ അടുത്ത്. സ്വന്തം സഹോദരനെ പറ്റി മുശ്രിക്കുകളുടെ പക്ഷത്ത് യുദ്ധത്തിന് വന്ന അബൂ അസീസിനെ പറ്റി മുസ്അബ് റളിയല്ലാഹു അൻഹു പറയാണ്, പിടിച്ച സ്വഹാബിയോട് നല്ലോണം പിടിച്ചോളൂ, കാറ് വിട്ടു പോകരുത്, ഇഷ്ടം പോലെ പണം വാപ്പാന്റെ അടുത്തുണ്ട്. ഞാൻ ഇങ്ങോട്ട് മദീനയിലേക്ക് പോരുമ്പോ ഒന്നും എനിക്ക് തന്നിട്ടില്ല, ഞാൻ വെറും കൈയോടെ പോന്നാണ്. തരാതിരുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. അപ്പൊ അബൂ അസീസ് പറഞ്ഞു, എന്നെ കുറിച്ചത് വേണോ, നമ്മള് സഹോദരന്മാരല്ലേ. മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്റെ സഹോദരനല്ല, കാരണം നീ മുശ്രിക്കാണ്. സാഹോദര്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ വിലയും നിലയും ഈമാനുമായി ബന്ധിക്കുമ്പോഴല്ലേ. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിങ്ങളെ മകനല്ല എന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കോ ജനിച്ചതാന്നല്ല. നിങ്ങളെ മകൻ എന്ന് പറയണമെങ്കിൽ കാര്യമായുള്ള കണക്ഷൻ ഈമാനാണ്. അതില്ലാത്തത് കൊണ്ട് നിങ്ങളിലേക്ക് ആ മകനെ ചേർക്കപ്പെടൂല. എന്നതുപോലെ നീ എന്റെ സഹോദരനല്ല, എന്റെ സഹോദരൻ ഈ നിൽക്കുന്ന സ്വഹാബിയാണെന്ന് മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു.
അപ്പൊ നല്ലവണ്ണം മോചനദ്രവ്യം ഉള്ള ആൾക്കാരടുത്തൊക്കെ നല്ലവണ്ണം വാങ്ങിയിട്ടുണ്ട്. വാങ്ങും വേണം, വെറുതെ വന്നതല്ലല്ലോ, തടവുകാരല്ലേ, ശിക്ഷിക്കണമെന്നില്ലല്ലോ, മോചനദ്രവ്യം വാങ്ങല്ലേ. അപ്പൊ അബ്ബാസ് എന്നവര് പറഞ്ഞു, ഞാൻ 2 ആൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് അധികം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികം തരാം. തരൂല എന്നല്ല, തരാം. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ചാക്കിൽ ദീനാറ് ദിർഹം വാരിക്കൂട്ടി. ഗോതമ്പല്ല, ദിർഹമാണ്. വാരിയെടുത്ത് അത് പൊക്കാൻ നോക്കുന്ന സമയത്ത് പൊങ്ങുന്നില്ല. അപ്പൊ എത്ര വാരിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇതൊന്ന് പൊക്കി തരാൻ ഒരാളെ വിട്ടുതരോ? ആളൊന്നും വിട്ടുതരൂല, പാകത്തെടുത്താൽ മതിയല്ലോ. ആളെ വിട്ടു തരൂല. അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറച്ച് എടുത്ത് ഒഴിവാക്കിയിട്ട് പിന്നെയും പൊക്കാൻ നോക്കി പൊങ്ങുന്നില്ല. ഒരാളെ വിട്ടുതരോ? ആളെ വിട്ടുതരൂല. നിങ്ങൾ പാകത്തിനെടുത്താ പോരെ. അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും കോരിയിട്ടു. അങ്ങനെ പതുക്കെ പൊക്കി 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 തോളിലിട്ട് ഇങ്ങനെ പോകുമ്പോ ആ പോക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. നിന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദൽ മാല ഖൽറത്തുൻ ഹുൽവ, ഈ സമ്പത്ത് മധുരമുള്ളതും പച്ചപ്പുള്ളതും. ആൾക്കാർക്ക് രണ്ടും ഇഷ്ടമാണ്, പച്ചപ്പുള്ളതും അതുപോലെ തന്നെ മധുരിക്കുന്നതുമാണ്. അല്ലാഹു തആല ഒരാൾക്ക് സമ്പത്ത് നൽകുമ്പോ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ സമ്പത്ത് സ്വീകരിക്കുന്നത് ഫമൻ അഖദഹു മിൻകും ബിസഖാവതി നഫ്സിഹി ബൂരിക ലഹു ഫീ, ധർമ്മചിന്തയോടെ ധർമ്മ മനസ്ഥിതിയോടുകൂടെയാണോ സമ്പത്ത് സ്വീകരിക്കുന്നത്, അതിൽ ബറക്കത്ത് നൽകപ്പെടും. ഇഷ്ടം പോലെ അല്ലാഹു വീണ്ടും വീണ്ടും നൽകും. അതേ സമയത്ത് അത് ധർമ്മചിന്തയോടുകൂടെ അല്ല നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ ബറക്കത്ത് നൽകപ്പെടുകയും ഇല്ല. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഅ, അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ പള്ള നിറയുന്നില്ല, അങ്ങനെ താളെ പോലെയാകും. വയകൂനു ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, ഈ സമ്പത്ത് അവന് പ്രതികൂലമായി സാക്ഷിയാകും. വേണ്ട രൂപത്തിൽ ഹഖൊന്നും നിർവഹിച്ചിട്ടില്ലെങ്കിലാണ് ആ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് സമ്പത്ത് തന്നത് നിങ്ങൾ ആരെയും സമ്മതിച്ചുകൊണ്ടല്ല, നിങ്ങളെ അല്ലാഹു തആല നോക്കാനാണ്. റബ്ബ് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ അതിൽ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് എന്നുള്ള നിരീക്ഷണം, അല്ലാഹുവിന്റെ നോട്ടം എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും മനുഷ്യന്റെ സ്വഭാവം എന്താ? ഫമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹ, അപ്പോൾ മനുഷ്യൻ ഇദാ മബ്തലാഹു റബ്ബുഹു, റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, പരീക്ഷണം 2 തരത്തിലുമുണ്ട്. സുഖം നൽകി പരീക്ഷിക്കലുണ്ട്, ബുദ്ധിമുട്ട് നൽകി പരീക്ഷിക്കലുണ്ട്. 2 പരീക്ഷണത്തിലും ജയിക്കുന്നവർ ഉണ്ട്, 2 പരീക്ഷണങ്ങളിലും തോൽക്കുന്നവരും ഉണ്ട്. ഇദാ മബ്തലാഹു റബ്ബുഹു, റബ്ബ് അവനെ ഒന്ന് പരിശോധിച്ചു, ഫഅക്റമഹു വനഅമഹ, അവന് ധാരാളം അല്ലാഹു ഔദാര്യം ചെയ്തു. വനഅമഹു, അവന് വിവിധ സുഖങ്ങൾ അല്ലാഹു നൽകി, വിവിധ സൗകര്യങ്ങൾ നൽകി. അപ്പോൾ ഫയഖൂലു, മനുഷ്യൻ പറയും, റബ്ബി അക്രമൻ, എന്റെ റബ്ബ് എന്നെ നന്നായി കണ്ടിട്ടുണ്ട്, എന്നെ വേണ്ട വിധം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. അതേ സമയത്ത് വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹ, റബ്ബ് ആ മനുഷ്യനെ ഒന്ന് പരിശോധിച്ചു, പരീക്ഷിച്ചു. അല്ലാഹു അവനുള്ള റിസ്ഖിനെ കണക്കാക്കി കൊടുത്തു. റിസ്ഖ് എന്നതുകൊണ്ട് ഉദ്ദേശം ഭക്ഷണം മാത്രമല്ല, ആഫിയത്തും അതിൽപ്പെട്ടു, സുഖ സൗകര്യങ്ങളും അതിൽപ്പെട്ടു. റിസ്ഖ് എന്നത് വിശാലാർത്ഥത്തിൽ ഉൾപ്പെടണം. വെള്ളവും ഭക്ഷണവും ആരോഗ്യവും വായുവും എല്ലാം കണക്കാക്കി അല്ലാഹു കൊടുത്തു, ഏറെ കൊടുത്തില്ല. ഫയഖൂലു, അപ്പോൾ മനുഷ്യൻ പറയും, റബ്ബി അഹാനൻ, എന്റെ റബ്ബെന്നെ ചെറുതാക്കി, എന്റെ റബ്ബെന്നെ നിസാരപ്പെടുത്തി, എന്നെ നിന്യനാക്കി എന്ന് മനുഷ്യൻ പറയും. അള്ളാഹുവിന്റെ നിരീക്ഷണം ഉണ്ടെന്ന് പറയുമ്പോ, റബ്ബിന്റെ നോട്ടമുണ്ടെന്ന് പറയുമ്പോ, സർവ പ്രവർത്തനങ്ങളും ആഖിറത്തിലേക്ക് തിരിക്കേണ്ട മനുഷ്യൻ ദുനിയാവിന്റെ ചിന്തയും ദുനിയാവിന്റെ സുഖങ്ങളും
ദുനിയാവിന്റെ താല്പര്യവും മനുഷ്യന് മുഖ്യ വിഷയമാവുകയാണ്. ദുനിയാവിൽ നല്ല റാഹത്ത് കിട്ടിയാൽ അവൻ പറയുന്നത് റബ്ബെന്നെ ആദരിച്ചു എന്നാണ്. എന്നാൽ അത് ആദരവിന്റെ മാനദണ്ഡം അല്ല. ദുനിയാവിൽ ആദരവ് കിട്ടിയില്ല, സുഖങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവൻ പറയുന്നു എന്റെ റബ്ബെന്നെ കൈയൊഴിച്ചു, എന്റെ റബ്ബെന്നെ നിസാരമാക്കി. അത് നിസാരമാക്കുന്നതിന്റെ മാർഗവും അല്ല. ദുനിയാവിന്റെ ലെവല് കണക്കാക്കിയിട്ട് ആഖിറത്തിന്റെ ലെവല് കണക്കാക്കരുത്. ഒരുപാട് വിഷയങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് വിശ്വാസ ദൗർബല്യമാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ചും മുശ്രിക്കുകളെ സംബന്ധിച്ചും കാഫിറുകളെ സംബന്ധിച്ചും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ. സത്യനിഷേധികൾക്ക് ഈ ഭൗതിക ജീവിതത്തിന്റെ ഉപരിഭാഗം, അതിന്റെ പുറം ഭാഗം അവർക്ക് നന്നായി വശമുണ്ട്. ഇവിടെ എങ്ങനെ സമ്പാദിക്കണം, ഇവിടെ എങ്ങനെ കൊടുപ്പിക്കണം, ഏതു രൂപത്തിൽ ഇവിടെ ആസ്തി ഉണ്ടാക്കണം, അതിനെന്തെല്ലാം കുറുക്കുവഴികൾ, അതിനെന്തെല്ലാം കുരുട്ടുബുദ്ധികൾ ഉപയോഗിക്കണം. വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ. സത്യനിഷേധികൾ പരലോകത്തെ ശ്രദ്ധിക്കാത്തവരാണ്, പരലോകത്തെ മൈൻഡ് ചെയ്യാത്തവരാണ്. ആ വിഷയത്തിൽ അവർ അശ്രദ്ധാലുക്കളാണ്. ഭൗതിക ലോകത്തോ നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ എല്ലാ കാലത്തും സാമ്പത്തിക രംഗത്ത് വിരാജിക്കുന്നവർ സത്യനിഷേധികളാണ്. അവർക്ക് നന്നായി അറിവുണ്ട്, പാഠമുണ്ട്, പാഠവമുണ്ട്. അതേ സമയത്ത് വിശ്വാസിയായ മനുഷ്യനോ ദുനിയാവിലെ പരാജയവും ദുനിയാവിലെ ജീവിതവും ആഖിറത്തിലെ പരാജയത്തിന്റെയും ജീവിതത്തിന്റെയും നേർക്കുനേരെ കണക്കാക്കരുത്. ദുനിയാവിലെ വിജയം, ദുനിയാവിലെ പരാജയം ആഖിറത്തിന്റെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും ചേർത്തി നോക്കിയിട്ട് കൽ ഖുത്റത്തി ഫിൽ ബഹരി, പണ്ഡിതന്മാര് പറഞ്ഞു, സമുദ്രത്തിലുള്ള ഒരു തുള്ളി പോലെയാണ്. ദുനിയാവിലെ സുഖിയൻ ആഖിറത്തിൽ പരാജിതനാണോ, ആ സുഖം കൊണ്ടവന് യാതൊരു വിജയവും കിട്ടിയിട്ടില്ല. ദുനിയാവിലെ സുഖിയൻ, ദുനിയാവിൽ സൗകര്യങ്ങൾ എമ്പാടും അല്ലാഹു നൽകിയവൻ, അവൻ ആഖിറത്തിലെ പരാജിതനാണെങ്കിൽ എന്ത് ലഭിക്കാനാണ്? സഹോദരങ്ങളെ, ഇഷ്ടം പോലെ സ്വത്തിന്റെ ഉടമയായിരുന്നില്ലേ ശൈബയും റബീഅയും? ശൈബയും ഉത്ബയും റബീഅയുടെ മക്കൾ, എന്ത് ലഭിച്ചു അവർക്ക്? ഇഷ്ടം പോലെ ഭൂസ്വത്തിന്റെ ഉടമയായിരുന്നില്ലേ ഫിർഔൻ? അതുകൊണ്ടല്ലേ ഫിർഔന് ചോദിച്ചത് ജനങ്ങളോട്, ജനങ്ങളെ നിങ്ങൾ എന്താ ഈ പാവപ്പെട്ട മൂസാ നബിന്റെ കൂടെ ജീവിക്കുന്നത് എന്തിനാണ്? അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. മിസ്റിന്റെ അധികാരം എന്റെ കയ്യിലല്ലേ, ഈ നദികൾ മുഴുവനും എന്റെ സ്വാധീനത്തിന്റെ പിന്നിലല്ലേ, മിസ്റിൽ ഒഴുകുന്ന നദികൾ മുഴുവനും എന്റെ സ്വാധീനത്തിന്റെ പിന്നിലല്ലേ? ഒന്നും ഒരു വകുപ്പും ഇല്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ എന്തിന് പിൻപറ്റണം? പക്ഷേ ആ സമ്പത്ത് കൊണ്ട് എന്ത് നേടി? ലോകത്തെ നമ്പർ 1 മുതലാളിയല്ലേ ഖാറൂൻ. ഭൂമിയിലേക്ക് അല്ലാഹു അവനെ ആഴ്ത്തിക്കളഞ്ഞില്ലേ? അവന്റെ ശിഷ്ടകാല സമ്പത്ത് കൊണ്ടുപോലും ഒരു കുട്ടിക്കും ഉപകാരം കിട്ടിയിട്ട് ഖാറൂനിന് നേട്ടം ദുനിയാവിലോ ആഖിറത്തിലോ ഇല്ല. കാരണം അവന്റെ കൊട്ടാരങ്ങളിലാണല്ലോ അല്ലാഹു തആല അവന് നൽകിയ സമ്പത്ത് അവൻ സൂക്ഷിച്ചത്. അല്ലാഹ് ഭൂമിയിലേക്ക് ആഴ്ത്തിയത് അവനെ മാത്രമല്ല, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവനെയും അവന്റെ കൊട്ടാരത്തെയും ഒന്നാകെ ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ടുണ്ട്. അവന്റെ ചെറിയ ഒരു സമ്പത്തിന്റെ ചെറിയൊരു ഭാഗം കൊണ്ടെങ്കിലും പിൽക്കാലത്ത് ആരെങ്കിലും ഒന്ന് ഉപകരിച്ചിട്ട് അള്ളാഹുവിനോടൊരു ചെറിയ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കാൻ പ്രാർത്ഥിക്കാനുള്ള വകുപ്പ് പോലും അല്ലാഹ് നൽകിയിട്ടില്ല. അപ്പൊ ദുനിയാവിൽ ഒരാൾ സുഖിയനാണെങ്കിൽ അത് പരലോകത്ത് സുഖം കിട്ടും എന്നതിന് കണക്കാക്കാൻ പറ്റൂല. ദുനിയാവിലുള്ള സുഖിയൻ ആഖിറത്തിൽ പരാജിതനാണെങ്കിൽ ആ സുഖം കൊണ്ടൊരു വിജയവും ഇല്ല. അതേപോലെ തന്നെ വൽ മുതഅല്ലിമുൽ മുഹ്താജു ഫി ദുനിയാ, വൽ മുതഅല്ലിമുൽ മുഹ്താജു ഫി ദുനിയാ,
ദുനിയാവിൽ ദരിദ്രനായി ജീവിക്കുന്ന വേദനിക്കുന്ന മനുഷ്യൻ ലൗകാന സഈദൻ ഫിൽ ആഖിറതി പരലോകത്ത് വിജയിയാണെങ്കിൽ ഫദാക ലൈസ ബിഹാനത്തിൻ വലാ ശഖാവാ ഇവിടെ പരമദരിദ്രനാണ്, വേദന അനുഭവിച്ചാണ് ജീവിക്കുന്നത്. ദുനിയാവിൽ നോക്കിയിട്ട് ആളുകൾ പറയും അയാൾക്കൊരു സുഖം കിട്ടിയിട്ടില്ല, പക്ഷേ പരലോകത്തെത്തുമ്പോ അയാൾ നല്ല വിജയമുള്ള ആളാണ്. എന്നാ ദുനിയാവിൽ അല്ല കൊടുത്തത് നിന്യതയല്ല, പരാജയവും അല്ല. ഇവിടെ ഒരു പാവപ്പെട്ട മനുഷ്യനായി ജീവിച്ചു. അയാൾ പാവപ്പെട്ട ആളാകലോട് കൂടെ അയാളുടെ സ്വന്തത്തിലും കുടുംബത്തിലും മക്കളിലൊക്കെ ഒരുപാട് അവശതകളും വിഷമങ്ങളും അല്ലാഹു ക്ഷമിച്ചു. അപ്പൊ ആളുകൾ പറയും, നോക്കിയിട്ട് പറയും ഒരു സുഖം കിട്ടിയില്ലട്ടോ എന്ന് പറയും. അയാൾ അങ്ങനെ മരിച്ചുപോയി. പക്ഷെ ദുനിയാവിൽ അങ്ങനെ ജീവിച്ചെങ്കിലും അയാൾ ആഖിറത്തിൽ വിജയിക്കുന്നവനാണോ? ഇവിടെ അല്ലാഹു തആല കൊടുത്ത് പരാജയമല്ല അല്ലേ? ആളുകൾ കണക്കൂട്ടൽ അങ്ങനല്ലേ? ഏതും നിങ്ങൾ നോക്കുക, ആളുകൾ കണക്കൂട്ടുന്ന അങ്ങനെ. ഒരു പുതിയാപ്പിളിനെ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരാളെ വിലയിരുത്തുകയാണെങ്കിലും ഓനൊക്കെ ജീവിക്കാൻ പഠിച്ചവരാണ്. എന്ത് ജീവിക്കാൻ പഠിച്ചു? എന്ത് ജീവിക്കാൻ പഠിച്ചു എന്ന്? ഇഷ്ടംപോലെ സ്വത്തുള്ളോട് ജീവിക്കാൻ പഠിച്ചു എന്നാ? അങ്ങനെ ആൾക്കാരാണ്. ഭാഗ്യം ചെയ്ത ആളാണ്. എന്ത് ഭാഗ്യം? എന്താണ് ഈ ഭാഗ്യം? ഭാഗ്യത്തിന്റെ മാനദണ്ഡം എന്താ? സമ്പത്ത് ഏറെ കൊടുത്തു എന്നുള്ളത് ഭാഗ്യത്തിന്റെ ഒരു മാനദണ്ഡം അല്ല. സന്താനങ്ങൾ ഏറെ കൊടുത്തു എന്നുള്ളത് ഒരു ഭാഗ്യത്തിന്റെ മാനദണ്ഡം അല്ല. അത് ക്രിയവിക്രയം ചെയ്തിട്ട് പരലോകത്തേക്ക് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എങ്കിൽ അത് വിലയിരുത്തി പറയണം. ഇഷ്ടംപോലെ സമ്പത്തുള്ള മഹാന്മാർ ആ സമ്പത്ത് കൊണ്ടൊക്കെ ആഖിറത്തിലേക്ക് ഇങ്ങനെ പടിപടിയായ ദറജകൾ ഉയർത്തിയായിരുന്നു. മദീനയിലെത്തിയപ്പോ 5 കാശിന്റെ വകുപ്പില്ലാതെ ഹിജ്റ വന്നെത്തിയ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഹലാലായ രീതിയിൽ കച്ചവടം ചെയ്തിട്ട് സമ്പത്ത് വർദ്ധിപ്പിച്ചു. പക്ഷെ എപ്പോൾ കിട്ടുന്ന സമ്പത്തിന്റെ ലാഭത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന സംഭാവനയുടെ കണക്ക് ചെറുതല്ല. അല്ലാഹു തആല സമ്പത്ത് പെരുപ്പിച്ചു കൊടുത്തു. പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബൈക്ക് റാലി പോകും പോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരക്ക് വരുമ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കും. 700 ഒട്ടകപ്പുറത്താണ് ചരക്ക് വരിക. അങ്ങനെ ഉണ്ടാകും. 700 ഒട്ടകങ്ങൾ ഇങ്ങനെ വരി വരിയായി ഇങ്ങനെ വരുമ്പോ കാണാൻ എന്തൊരു രസമുണ്ടാകും. അത് മുഴുവനും ഒരു സ്വഹാബിയുടെ സമ്പത്താണ്, കച്ചവട ചരക്കാണ്. പക്ഷെ അത് വിറ്റിട്ട് കിട്ടുന്ന ലാഭം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മാതാക്കളുടെ ഹദ്റത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വാതിലിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഈ ആഴ്ചത്തെ ലാഭമാണ്, നിങ്ങൾ ദ്വാരക്കണമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാം. അവരൊക്കെ സമ്പത്ത് കൊണ്ട് ഇവിടെ സ്വർഗം നേടിയിട്ട് ബാക്കിയുള്ള സമ്പത്ത് ഇട്ടിച്ചു പോയതാണ് അനന്തരാവകാശികൾക്ക് വേണ്ടിയിട്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എത്ര വലിയ സമ്പന്നനായ സ്വഹാബിയാണ്, അൻസാരിയായ സ്വഹാബി. ഏറ്റവും നല്ല വിലപിടിപ്പുള്ള സ്വത്തല്ലേ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുത്തത്. അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടാവും. ബൈറുഹ എന്ന് പറയുന്ന തോട്ടത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആ തോട്ടത്തിൽ ഇടക്കിടക്ക് വിശ്രമിക്കാൻ വരാറുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തോട്ടം, ഒരു കാരക്കത്തോട്ടം. അതിന്റെ ഇടയിൽ ഇങ്ങനെ കുളങ്ങൾ ഉണ്ടാകും, നല്ല ശുദ്ധജലം. അപ്പൊ ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വിരിച്ച് ഇരുന്നാൽ നല്ല സന്തോഷമാണ് കാരക്കത്തോട്ടത്തിന്റെ ഇടയിൽ ഇരിക്കാൻ. ചിലപ്പോ സ്വഹാബിമാരും കൂടെ ഉണ്ടാവും. അപ്പൊ തങ്ങൾ എങ്ങനെ ഇടക്കിടക്ക് വിശ്രമത്തിന് വന്നിരിക്കുന്ന ഒരു തോട്ടം എന്ന് തന്നെ മതി അതിന്റെ മഹത്വത്തിന്. ആ തോട്ടമാണ് സ്വന്തം മക്കൾക്കും ഉപ്പയുടെ സഹോദരന്മാരുടെ മക്കൾക്കും സൗജന്യമായ ആഖിറത്തിന് വേണ്ടി വീതം വെച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്ത മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. അവ്വലു മൻ വഖഫ ഫിൽ ഇസ്ലാം. തന്റെ ഖൈബറിലുള്ള നല്ല ഒരു സ്വത്താണ് ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരെടുത്താലാ ഇല്ലാത്തത്? അപ്പൊ ഇവിടെ നല്ലോണം ഉണ്ട് എന്നുള്ളത് മാത്രം
ഒരു വിജയത്തിന്റെ ലാക്കായി കാണരുത്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കണ്ടേ. പരലോകത്തേക്ക് എന്താ അയാൾ ചെയ്തത്? അയാൾ എന്തെങ്കിലുമൊക്കെ ഫലവത്തായത് ജനങ്ങൾ പറയണം എന്നുള്ളതല്ല, അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത വളരെ തുച്ഛം കണക്ക് എവിടെയും കൂട്ടാനും പാടില്ല. അത്രയും വലിയ മഹത്വം ബഹുമാനപ്പെട്ട സ്വഹാബിമാര് ദുനിയാവിലുള്ള ജീവിതത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുത്ത ഏറ്റവും നല്ല വാഹനത്തിന് പകരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് തങ്ങളെ കണ്ട് വിശ്വസിച്ചപ്പോ തങ്ങൾ ചോദിച്ചു, കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ ഞാനാണ്. ഉടുത്ത തുണിയല്ലാതെ മറ്റൊരു തുണി എനിക്കില്ല. ചെരിപ്പ് ധരിച്ചിട്ട് കാലം മറന്നുപോയി. വാഹനം എനിക്കില്ല. ഉടുമ്പിനെ വേട്ടയാടി പിടിക്കും. ആരെങ്കിലും അത് വാങ്ങിയാൽ ഭക്ഷണം വാങ്ങാൻ എന്തെങ്കിലും കിട്ടും. ഇല്ലെങ്കിൽ ആ ഉടുമ്പിനെ അറുത്ത് ഭക്ഷിച്ച് ഞാനങ്ങ് എന്റെ പശിയടക്കും. ഇങ്ങനെ വിഷമം പറഞ്ഞ ആ മനുഷ്യന്, അറാബിയായി നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മനുഷ്യന് ഏറ്റവും നല്ല വാഹനം, മദീനയിലെ പുള്ളിങ്ങുള്ള വാഹനം സംഭാവന കൊടുത്തപ്പോ, അബ്ദുറഹ്മാനെ, മാർക്കറ്റിൽ ഏറ്റവും നല്ല വിലയുള്ള വാഹനമാ നിങ്ങൾ കൊടുത്തത്. ആഖിറത്തിൽ നിങ്ങൾക്കൊരു വാഹനം തരാം. നിങ്ങൾ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ആ വാഹനത്തിലാ പോവുക. മഹ്ശറിലൂടെ നിങ്ങൾ ആ വാഹനവുമായിട്ട് ഇങ്ങനെ പോകുമ്പോ നിങ്ങളെ കാണുന്ന ഓരോരുത്തരും നിങ്ങളെ വാഹനത്തെ കൊതിക്കും. അതുപോലൊരു വാഹനം എനിക്കുമുണ്ടെങ്കിൽ എന്ന് കോടിക്കണക്കിന് ആളുകൾ പരലോകത്ത് നിങ്ങളെ വാഹനം കണ്ട് സന്തോഷം കൊള്ളും. അത്തരത്തിൽ നല്ല പുള്ളിങ്ങുള്ള വാഹനത്തിൽ സിറാത്തിലൂടെ നിങ്ങൾ മന്ദം നീങ്ങുന്നു. ആ വാഹനത്തിന്റെ കാലുകളോ, ആ വാഹനത്തിന്റെ വിരിപ്പോ സ്വർഗത്തിന്റെ ഏറ്റവും നല്ല സ്മൂത്തായ പട്ടല്ലേ അതിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ വാഹനത്തിന് സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു പെർമിറ്റ് കൊടുക്കുമ്പോൾ പിന്നെ അതിന് നശീകരണമില്ലല്ലോ. എന്തൊരു സന്തോഷമാണ് അവിടെ ലഭിക്കുന്നത്. ഇവിടെ ഒരു വാഹനം കൊടുത്തതിന്റെ പകരം അങ്ങനെ കിട്ടിയെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് സമ്പത്ത് കിട്ടിയത് എങ്ങനെയാണ്? ബാപ്പാന്റെ സ്വത്താ. ബാപ്പ അഫ്ഫാന് കിട്ടിയ സ്വത്തിൽ നിന്നാണ് ഉസ്മാൻ തങ്ങൾക്ക് സ്വത്ത് കിട്ടിയത്. ജോലി ഉണ്ടാക്കിയ അനന്തര സ്വത്താ. പക്ഷെ അത് ഇഷ്ടം പോലെ ബാപ്പാക്ക് എവിടെ നിന്ന് ഈ സ്വത്ത്? ബാപ്പാക്ക് സ്വത്ത് കിട്ടാൻ കാരണം അബ്രഹത്തും കൂട്ടരും വന്നല്ലോ. അവരിഷ്ടം പോലെ സ്വത്ത് കിട്ടാൻ വന്നത്. കാരണം സമ്പത്ത് കൊടുത്ത് സ്വാധീനിക്കുന്നെങ്കിൽ സമ്പത്ത് വേണമല്ലോ കയ്യിൽ. രാജാവിന്റെ കയ്യിൽ എത്ര പണം ഉണ്ടാവും? പിന്നെ രാജാവിന്റെ മന്ത്രിമാര് പരിവാരങ്ങളല്ലേ. പക്ഷികൾ വന്ന് എറിയാൻ തുടങ്ങിയപ്പോ പിന്നെ പണവും വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ ഇട്ടെറിഞ്ഞ് പോകാണ് ഓരോരുത്തരും. ചിലർ അവിടെ തന്നെ മരിച്ചു വീഴാം. അപ്പോ സമ്പത്ത് കിട്ടിയ ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അഫ്ഫാൻ. സമ്പത്ത് കിട്ടിയ സമ്പത്തൊക്കെ കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് ഒരു കുഴി കുഴിച്ചാലും മൂടി, പിന്നെ അടുത്ത പിന്നെയും കൊണ്ടുവന്ന് പിന്നെയും കുഴി കുഴിച്ചു മൂടി, അങ്ങനെയാ സമ്പത്ത് ശേഖരിച്ചത്. അത്രമാത്രം ഉണ്ട്. അതിൽ 3 പേരാണ് മുന്നോട്ട് നിന്ന്. ഒന്ന് അബ്ദുൽ മുത്തലിബ്, മറ്റൊന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വാപ്പ, മറ്റൊന്ന് ഉർവത്ത് ബിൻ മസ്ഊദും. ഇവർക്ക് 3 ആൾക്കാണ് ആ സമ്പത്ത് ഇഷ്ടം പോലെ കിട്ടിയത്. ബാക്കിയുള്ളവരൊക്കെ വന്ന് നോക്കുമ്പോ പിന്നെ കുറച്ച് പെറുക്കാനേ ഉള്ളൂ. അപ്പൊ ഈ സമ്പത്ത് ഇത് അല്ലാഹു തആല കൊടുത്താണല്ലോ. ഇതൊരു ഗനീമത്താണ്. ശരിക്കും അവരെതിർക്കാൻ വന്നതല്ലേ. അപ്പൊ അവരിൽ നിന്ന് കിട്ടിയത് ഗനീമത്താണ്. ഈ സമ്പത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന് പിൽക്കാലത്ത് ചെലവ് ചെയ്യുന്ന രംഗം നോക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന് ഇനി എന്താ കൊടുക്കേണ്ടത്? എന്താ കൊടുത്തുടായില്ലത്? കാരണം അത്രത്തോളല്ലേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചെലവ്. ആ ചെലവിൽ ഇന്നും ലോകത്തുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്നില്ലേ? മദീനത്തെ പള്ളിയിൽ നമ്മൾ കാണുന്ന വെളുത്ത തൂണില്ലേ, ആ വെളുത്ത തൂണ് ഉൾക്കൊള്ളുന്ന ഒരു 2-3 സൊഫാണ് മുമ്പുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രവിശാലമായ സ്ഥലം
ആരാ വാങ്ങിക്കൊടുത്തത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തീരോ സഹോദരങ്ങളെ കൂലി? നൂറ്റാണ്ടുകളോളമല്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദർജയേറി കിട്ടുന്നത്. മദീനയിലെ കിണർ, വിലപിടിപ്പുള്ള കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വിലക്കങ്ങോട്ട് വാങ്ങിക്കൊടുത്തു. തുല്യതയുണ്ടോ? തബൂക്ക് യുദ്ധത്തിലേക്ക് ഒട്ടകങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലെ കൊടുത്തവരാരാണ്? ജഹസ ജയ്ഷൽ യുസ്റ, ജയ്ഷുൽ യുസ്റ എന്ന പേരുള്ള സൈന്യമാണ് തബൂക്കിലേക്ക് പോയത്. നല്ല ചൂടുള്ള കാലമാണ്, പ്രതിസന്ധി തരണം ചെയ്താണ്. നബി തങ്ങൾ പങ്കെടുത്ത അവസാനത്തെ യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിന് പോകാൻ വാഹനങ്ങൾ പലർക്കും ഇല്ലാതിരുന്നപ്പോ സൗജന്യമായി വാഹനങ്ങൾ, ഒട്ടകങ്ങൾ, കുതിരകൾ നൽകി. എത്ര വേണോ അത്രയും തരാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭാവനയായുള്ള വാഹനങ്ങളൊക്കെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ ലറ ഉസ്മാന മാ അമില ബഅദൽ യൗം. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്താലും മഹാനവറുകൾക്ക് അത് പരിക്കേൽക്കൂല. അത്രയും വലിയ കാവലാണ് ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വരുന്ന സ്വഹാബിമാർക്കൊക്കെ കൊടുത്ത് നോക്കുകയാണെങ്കിലോ അത് വേറെ കൂട്ടണം. പലപ്പോഴും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട സ്വഹാബിമാര് വരുമ്പോ നിങ്ങൾ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ഫ്രീയായി മടക്കി വിട്ടിട്ടില്ല. അങ്ങനെയുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ സേവനങ്ങളൊക്കെ ചെയ്തത് സമ്പത്തുള്ള ആളുകൾക്ക് വലിയൊരു മാതൃകയാണ്. എപ്പോഴും അത് മാതൃകയാണ്. അവര് പഠിപ്പിച്ചു തന്ന ആ സമ്പത്ത് ഉപയോഗിക്കേണ്ട ശൈലി കുടുംബം ഇപ്പുറത്ത് നോക്കുന്നുണ്ട്. അത് ഇതിന് തടസ്സമല്ല. സമ്പത്ത് വിപുലീകരിക്കണമോ വിപുലീകരിക്കണം, ഹലാലായ മാർഗത്തിലൂടെ വർദ്ധിപ്പിക്കണം. എന്നിട്ട് സമൂഹത്തിന് അത് വ്യയം ചെയ്യണം. സമൂഹത്തിന് കൊടുക്കണം, കുടുംബത്തിന് കൊടുക്കണം, പാവങ്ങൾക്ക് കൊടുക്കണം. അനന്തര സ്വത്തും വേണം. ഇതൊക്കെ വേണം. അനന്തര സ്വത്തില്ലാതെ മൊത്തം കൊടുത്തു വിടരുത്. പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യും? അവർക്ക് വേണം. അവരൊന്നും ഇനി പോറ്റിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരൊക്കെ വേറെ അധ്വാനിച്ചോട്ടെ എന്നല്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് മുഴുവൻ സ്വതം കൊടുക്കാൻ പറയും. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, മുഴുവനും കൊടുക്കാൻ വേണ്ടാന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ സമ്പത്ത് വേണം. പള്ളി, അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ യതീമുകളെ സംരക്ഷിക്കാൻ ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്ത സുഖലോലുപത ഒരിക്കലും വിജയത്തിന്റെ ലക്ഷണമായി കണക്കൂട്ടാൻ പറ്റൂല. ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്ത സുഖിയൻ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആഖിറത്തിൽ വിജയിയാണ് എന്നും ബഹുമാനമുള്ളവരാണെന്നും കണക്കാക്കാൻ പറ്റൂല. ദുനിയാവിൽ വേദന അനുഭവിക്കുന്നവൻ പരലോകത്തും അവൻ പരാജയപ്പെട്ടവനാണ്. ദുനിയാവിൽ അവൻ പരാജയപ്പെട്ടവനാണ് എന്ന് കണക്കൂട്ടാൻ പാടില്ല. നല്ല നിലക്കാണോ അവൻ അത് സഹിക്കുന്നത്, എന്നാൽ അല്ലാഹു വലിയ കൂലി നൽകും. ദുനിയാവിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകലും ദുനിയാവിൽ വേദനകൾ അനുഭവിക്കലും അർഹതയുടെ അടയാളമല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദോഷികൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കാത്ത എത്ര സത്യനിഷേധികൾക്ക് അല്ലാഹു സമ്പത്ത് അധികരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനമാണത്. അതിൽ അല്ലാഹു തആല വലിയ യുക്തി നൽകുന്നുണ്ട്. ഒരുപക്ഷെ അല്ലാഹു അതിൽ മസ്ലഹത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിലോ റബ്ബ് തആല കൊടുത്തിട്ട് പിന്നതൊക്കെ ചോദ്യം ചെയ്യാനുള്ളൊരു തന്ത്രം അല്ലാഹു നൽകുകയാണ്. വല വെച്ച് കെണിവല ഒരുക്കുക എന്ന് സാധാരണ പറയുന്ന രൂപത്തിൽ അവരെ ഒരു കെണി ഒരുക്കുകയാണ്. ഇതൊക്കെ തന്നില്ലേ എന്നൊരു ചോദ്യത്തിനൊരു കാര്യം വേണ്ടേ? അതിന് അല്ലാഹു തആല ഇട്ടുകൊടുക്കുകയാണ്. അവരാരെയും സമ്മതിച്ചിട്ടല്ല. അതേ, എത്ര മഹാന്മാര് പ്രയാസം സഹിച്ച് ജീവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കരുതും അവർ നല്ല ഇബാദത്തുള്ളവരല്ലേ, എന്നിട്ട് എന്താണ് ഇത്ര വലിയ പ്രയാസം? ആ പ്രയാസത്തിലോ അവർക്കൊരു പ്രശ്നവും തോന്നാറില്ല. കം ആഖിലിൻ ആഖിലിൻ അയത്ത് മദാഹിബുഹു കം ജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ ഹാദല്ലദീ തറകൽ ലൗഹാമ ഹാഇറതൻ വസയ്യറൽ ആലിമൻ നഹരീറ സിന്ദീഖാ. എത്ര മഹാബുദ്ധിമാന്മാർ
അവരുടെ മാർഗങ്ങളെ കടഞ്ഞു കിടക്കുകയാണ്. പുരോഗതികൾ അവർക്കില്ല. അവർക്ക് സാമ്പത്തികമായി സെറ്റപ്പോ മറ്റോ ഇല്ല. എത്ര പമ്പരവിഡ്ഢികളുണ്ട്. കണ്ടാൽ ആളുകൾ അവരെ കണ്ടു വീക്ഷിക്കും. ഭാഗ്യമുള്ളവനാണ്, എല്ലാം നൽകപ്പെട്ടവനാണ്, അവന് സുഖമുണ്ട്, ആരോഗ്യമുണ്ട്, സമൃദ്ധിയുണ്ട്, എല്ലാമുണ്ട്. ഇത് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളെ ബുദ്ധിക്കൊരു പരിഭ്രമം വരികയാണ്. സമഗ്രനായ സാമർത്ഥ്യമുള്ള അഗ്രേസരനായ പണ്ഡിതനെ ഈ വിഷയം ആലോചിച്ചു നോക്കുമ്പോൾ അവനെ നിരീശ്വരവാദിയാക്കി മാറ്റുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ആ തത്വത്തിന്റെ പിന്നിൽ അള്ളാഹു ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, അള്ളാഹു സുഖം നൽകിയവൻ, അള്ളാഹു സമൃദ്ധി നൽകിയവൻ, അള്ളാഹു ആരോഗ്യം നൽകിയവൻ. നമ്മളൊക്കെ കണക്കൂട്ടണം. നമ്മൾ അത്ര പ്രായമുള്ള ആളുകൾ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ, വിവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ അത്ര സെറ്റപ്പിലെത്താത്തവർ, കഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ ആരോഗ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കുടുംബം കൊണ്ടോ സുഖം കിട്ടിയവൻ ആഖിബത്തിന്റെ വിഷയത്തിൽ നിന്ന് അശ്രദ്ധനാകാൻ പാടില്ല. കാരണം കാര്യങ്ങളുടെ കിടപ്പുള്ളത് അവസാനം നോക്കിയിട്ടല്ലേ. അവസാനം നോക്കിയിട്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്, ആദ്യം നോക്കിയിട്ടല്ല. അതേ സമയത്ത് വൽ ഫഖീറുൽ മുഹ്താജു, ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യനോ, അവനും അല്ലാഹു തആല പരിധിയില്ലാത്ത ചില നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിൻ സലാമത്തിൽ ദീ ബദൻ, അവന്റെ ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ പ്രശ്നത്തിന് ഓനൊന്നും ചെലവാക്കേണ്ടി വരുന്നില്ല. ഇപ്പുറത്തുള്ള സമ്പന്നനായ വ്യക്തി മാസം മാസം അവന് 25,000 രൂപ അപ്പുറത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാലും അവനത് ഇഷ്ടം പോലെ ഉണ്ട്. അതേ സമയത്ത് ഈ ഫക്കീറായ മനുഷ്യന് അവന് ഇത്രയും കാലം ഒരു ഇഞ്ചക്ഷൻ പോലും അടിച്ചിട്ടില്ല. അപ്പൊ അവൻ അല്ലാഹു കൊടുത്ത വലിയ അനുഗ്രഹവും മറക്കാൻ പാടില്ല. എന്റെ ശരീരത്തിന്റെ ആ ആരോഗ്യാവസ്ഥ, വല്ല അക്കൽ, നല്ല ബുദ്ധി. അപ്പുറത്തുള്ളവന് ഇഷ്ടം പോലെ ഉണ്ട്, കാര്യമായിട്ട് ബുദ്ധിയൊന്നുമില്ല. ഇവന് നല്ല ബുദ്ധി അല്ലാഹു കൊടുത്തപ്പോൾ സാധുക്കോട്ടെ, നല്ല ബുദ്ധി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹം മറക്കരുത്. ദീനല്ല കൊടുത്തിട്ടുണ്ട്, അത് വലിയ നിഅമത്താണ്. മറ്റുള്ളവനോ ഭൗതികം നല്ലോണുണ്ട്, പക്ഷെ അവന് ദീനില്ല. ഇവന് ഭൗതികമില്ലെങ്കിലും നല്ല ദീനുണ്ട്. മറ്റേ ആള് ഹൈ ലെവലിലാണ്. ഹൈ ലെവലിൽ ഇങ്ങനെ ഉയരുമ്പോ നീ അത് കണ്ടിട്ട് നിനക്ക് കണ്ണടയായി പോണ്ട. ഓൻ അങ്ങനൊക്കെ പോയിക്കോട്ടെ, എനിക്കേതായാലും അല്ലാഹു തആല തക്ലീഫ് എത്തിയ ശേഷം ഞാൻ 5 വക്ത് ഒന്നും നിസ്കരിക്കുന്ന ആളല്ലേ, അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയ ഭാഗ്യമുണ്ട്. ഓന്റെ കഥ കണ്ടില്ല. ഓൻ ഇതിൽ കിടന്നു പറഞ്ഞിട്ട് ഓന് നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല, ഒന്നിനും തൗഫീഖില്ല. ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഉള്ളൂ. എത്രത്തോളം ചില വമ്പ മുതലാളിമാരുണ്ട്, ഹജ്ജിന് വരെ തൗഫീഖില്ല. അല്ലേ? എത്ര ഉണ്ട് ഹജ്ജിന് വരെ തൗഫീഖില്ല. പാവപ്പെട്ട മനുഷ്യന്മാര് അവർക്ക് എന്തോ സ്വലാത്ത് ചൊല്ലിയിട്ടോ ദിക്ർ ചൊല്ലിയിട്ടോ ദ്വാരന്നിട്ടൊക്കെ അല്ലാഹു തആല ഒരു ഭാഗ്യം കൊടുക്കും ഹജ്ജിന് പോവാൻ. ഇപ്പൊ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട മുതഅല്ലിം, അയാൾ എപ്പോഴും ദ്വാരക്കും, ഹജ്ജിന് പോകാൻ ആഗ്രഹം വെച്ചിട്ട്. അങ്ങനെ ഒരു പള്ളിയിൽ അയാൾ നിസ്കരിക്കാൻ കയറിയപ്പോൾ അയാൾ ദ്വാരുന്നു. ഇപ്പൊ ബാക്കില് ഒരു വലിയ സമ്പന്നനായ അയാൾ തുടർന്നിരുന്നു. അപ്പൊ ഇയാളെ ദ്വാ കേട്ടപ്പോ അയാളെ മനസ്സലിഞ്ഞു പോയി. അള്ളാന്റെ ഒരു സബബ് നോക്കണം. അയാൾ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് പോകാൻ നല്ല താല്പര്യമുണ്ട്? ആ താല്പര്യമുണ്ട്. പാസ്പോർട്ട് ഉണ്ടോ ചോദിച്ചു. ആ പാസ്പോർട്ടും കയറിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നാട്ടുകാർ മുഴുവൻ അത്ഭുതപ്പെടുകയാണ്. അതൊക്കെ നിർബന്ധമായി തീർന്ന ആൾക്കാർ കുറെ ഉണ്ട്. അവര് പോകൂലെന്നല്ല, പോകാം. ഹജ്ജ് പിന്നെ അങ്ങനെയാണല്ലോ, ഉടനെ നിർബന്ധമല്ലല്ലോ, തറാഹി എന്ന് നിൽക്കല്ലേ. അപ്പൊ പോകണമെന്ന് അവർക്കുണ്ട്, പോകൂലെന്നല്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു കഴിവില്ലാത്ത ഇയാൾ പോകുമ്പോ ആൾക്കാർ ചിന്തിക്കല്ലേ, അയാളെക്കാൾ സമ്പത്തുള്ള എത്ര ആളുണ്ട്, അവരൊക്കെ പോയിട്ടില്ലല്ലോ. ഒരു 1000 രൂപന്റെ വകുപ്പ് പോലും ഇല്ലാത്ത ഈ ചെറുപ്പക്കാരൻ പോയി വന്നും ചെയ്തു. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല കൊടുക്കുന്ന ആ അനുഗ്രഹം മറക്കാൻ പറ്റൂല.